ഹലോ, ആദ്യം ഈ വീഡിയോ ഒന്ന് കാണണേ. ഇതിപ്പോൾ 60 വർഷമായി ഈ ഡാം തകർച്ചയിലാണെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ട്. ഇത് ഞാനിരുന്ന് പറയണമല്ല, ആദ്യം പറഞ്ഞത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. പൊളിച്ചു കളയേണ്ട ഡേറ്റ് തീരുമാനിക്കണം. ഇതാണ് ഞാൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരീരം ഛിന്ന ഭിന്നമായി പോവുക ചെയ്തു. അത്ര ഫോഴ്സിനെ ഇത് വരുന്നത്. ഇതിപ്പം ഒരു ഉരുൾപൊട്ടൽ മാത്രമേ ഉള്ളൂ. ഒരു ഡാം തകർന്നു എന്നാൽ ഇത്ര ഫോഴ്സാണോ? നമ്മൾ ഈ ഉരുൾപൊട്ടൽ നമ്മളെ കാണിച്ചു തന്നത് എന്തിനാണ്? അങ്ങനെ ആവുമ്പോൾ അവരുടെ സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 40 വർഷമുള്ളൂ. ഇത് 130 വർഷം പഴക്കമുള്ള ഡാം അവർക്ക് പരിശോധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന്റെ ടൈം എക്സ്പയർഡായി. പുത്തുമലയിൽ നമ്മൾ കണ്ടു, ഈ വർഷം മുണ്ടക്കയിൽ കണ്ടു, ചൂരൽമലയിൽ കണ്ടു. ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഓഗസ്റ്റിൽ പെയ്യുന്ന മഴ എന്താണ്? അതേ സ്ഥലത്ത് തന്നെ പ്രഭവ കേന്ദ്രമായിട്ട് ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് 6 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന സീസ്മോളജിസ്റ്റുകളുടെ പ്രവചനമുണ്ട്. അതായത് 2030 സംഭവിക്കും. ഇദ്ദേഹത്തെ അറിയാലോ. ഇദ്ദേഹമാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി ഒറ്റയാൾ പോരാട്ടം വർഷങ്ങളായി നടത്തുന്ന വ്യക്തി. മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ ഇടുക്കി ജില്ലയിലെ പെരിയാറിനും മുല്ലയാറിനും ഇടയിൽ സംഗമിക്കുന്ന സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1887 1895 ഇടയിലാണ് പണി കഴിപ്പിച്ചത്. ബ്രിട്ടനിലെ പ്രശസ്തനായ എഞ്ചിനീയറായ ജോൺ പെനിക്യൂനാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് 50 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന്. ഇപ്പോൾ 130 വർഷത്തോളം ആയിരിക്കുന്നു. എന്നിട്ടും ഇത് പൊട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മളുടെ ഭാഗ്യമായി, മഹാഭാഗ്യമായിട്ട് കരുതാം, അല്ലെ? വയനാട് നടന്നത് ഒരു പ്രകൃതി ദുരന്തമാണ്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മുല്ലപ്പെരിയാറിൽ നടക്കാൻ പോകുന്നതോ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ശരിക്കും അല്ലെ? അധികാരികൾക്ക് എല്ലാവർക്കും അറിയാം, ആർക്കും അറിയാത്തതൊന്നുമില്ല. 99.9% പേർക്കും ഇതിന്റെ സീരിയസ്നെസ് അറിയാം. പക്ഷെ ഇതിന് പല കാരണങ്ങളാ. ഇവരെന്തിനാണ് ഇങ്ങനെ വെച്ചു നീട്ടുന്നതെന്ന് മനസ്സിലായില്ല. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളിപ്പോ സാധാരണ പോലെ കേട്ടുവിടുന്നു. ഒരു സമയത്ത് ഇപ്പൊ മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതൊക്കെ വൈറലാവുന്ന വീഡിയോ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്നാളിങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഏതോ ഒരു വേട്ടവിളിയൻ, ഏതോ ഒരു ചാനല്, ഏതോ ഒരുത്തൻ, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല, മുല്ലപ്പെരിയാർ ഡാം 50 വർഷത്തിന്റെ കാലാവധി പറഞ്ഞിട്ട് ഇപ്പൊ 130 ഒന്നും ആയിട്ടില്ല, ഇനിയും ഒന്നും ആവില്ല, പൊട്ടില്ല അത്ര. ആ പൊട്ടം പറയുന്നത് പൊട്ടില്ലെന്ന്. അപ്പൊ ഇയാൾ പറയുന്നത് വെള്ളം ഒഴുകിയാണ് അത്ര വരെ. പിന്നെ 5 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിലാണ് മുല്ലപ്പെരിയാർ ഡാം ഉള്ളത്. അത് പൊട്ടിയിട്ട് അത് വെള്ളം മാത്രമാണ് ഒഴുകി വരുന്നത്. അതിൽ എന്തൊക്കെയുണ്ട് അറിയില്ലേ? ആ വെള്ളം ഒഴുകി വരുന്നു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടി, നമുക്ക് ഓടിക്കളയാം, വെള്ളം വരുന്നു എന്ന് പറഞ്ഞ് പോകേണ്ട ഒരവസ്ഥയിലാണോ മുല്ലപ്പെരിയാർ ഡാം? ആ വേട്ടവിളിയൻ ഏതാണെന്ന് എനിക്കറിയില്ല. ആ ഡാമിനെ കുറിച്ച് ഇതാ വീണ്ടും ഇദ്ദേഹം റസൽ ജോയ് പറയുന്ന ഒന്നും കൂടെ കേൾക്കൂട്ടോ. മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് വെള്ളം ഒഴുകി വരുന്ന ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് വെള്ളമാണോ യഥാർത്ഥത്തിൽ ഒഴുകി വരുന്നത്? 130 വർഷത്തെ സിൽട്ടില്ലേ, ചെളിയില്ലേ എൻ്റെ ഉള്ളില്? ഡാം ഒരു മേസൺറി ഡാമാണ്. കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച്, കരിങ്കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചുണ്ടാക്കിയതാണ്. ആ കല്ലുകൾ ഇങ്ങോട്ട് വരില്ലേ? താഴേക്ക് വരൂലേ? മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ, കെട്ടിടങ്ങൾ, ജീവജാലങ്ങൾ, ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഈ കൂട്ടത്തോടെ ഇങ്ങനെ ഒലിച്ചു പോകത്തില്ലേ? മനുഷ്യന്റെ ശവശരീരങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ വെള്ളമാണോ ഒഴുകി വരുന്നത്? ഇത് ഒഴുകി വന്നാൽ മുമ്പിൽ നിൽക്കുന്ന സകലതും നശിക്കും. ആ ഇന്റർവ്യൂ ചെയ്യുന്ന കുട്ടിയൊന്ന് പേടിച്ചു അല്ലെ? പേടിക്കേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യാവസ്ഥ പറഞ്ഞതാണ്. ഇത് തമിഴ്നാട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ പോലും തമിഴ്നാട്ടിന്റെ അണ്ടറിലാണെന്ന് പറയാം. അവിടുത്തെ എല്ലാ കാര്യങ്ങളുടെ മേൽനോട്ടവും തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ വൈഗാ നദിക്കിലൂടെ ഒക്കെ ഒഴുകുന്ന വെള്ളം മുല്ലപ്പെരിയാർ ഡാമിന്റെയാണ്. തമിഴ്നാട്ടിൽ ഏകദേശം ഒരു 5 ജില്ലയ്ക്ക് ഈ നമ്മുടെ മുല്ലപ്പെരിയാർ നിന്നാണ് വെള്ളം പോകുന്നത്. ആ വെള്ളം ഇനിയും കൊടുക്കാൻ കഴിയില്ലേ? അവരുടെ ആ നാട്ടിലുള്ളവരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഇല്ലാതായാൽ നമുക്ക് വെള്ളം കിട്ടില്ല, നമ്മൾ ഭയങ്കരമായി, നമ്മുടെ നാട് അങ്ങനെ നശിച്ചു പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റായ ധാരണയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെയുള്ളവർ, നമ്മൾ ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പണിയൊക്കെ ഉപേക്ഷിച്ച് ഓരോ ആളുകൾ സമരപന്തലിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. സമരപന്തലിൽ പോയി ഇരുന്ന് കുറച്ചു നാൾ മുമ്പ് അറിയാലോ, ന്യൂസിലൊക്കെ കണ്ടുകാണ്. അവിടുത്തെ പാവങ്ങൾ നിരാഹാരം കിടക്കുന്നത് ഒന്നും ആരും നോക്കില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ പോയിട്ട് ഏറ്റുപിടിക്കും. എന്നിട്ട് അതിൽ ഒരു 2 പേര് നിരാഹാരം കിടക്കുമ്പോൾ മീഡിയാസ് വരുന്നു, ആംബുലൻസ് വരുന്നു, അവരെ കയറ്റിക്കൊണ്ടു പോകുന്നു. അതിന്റെ പുറകിൽ ശരിക്കും പട്ടിണി കിടക്കുന്ന ആളുകളുടെ നിരാഹാരം. അതുകൾ പട്ടിണി കിടന്ന് ചത്താലും ആരും
ചോദിക്കാനില്ല. അതുകൾ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ പട്ടിണിയാ. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചു പേരായിട്ട് അവർ കുറെ കാലം അങ്ങനെ ചെയ്തു. എത്ര കാലം എന്ന് വെച്ചാൽ അങ്ങനെ പോയി ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ വിട്ടു. ഇപ്പൊ മുല്ലപ്പെരിയാർ വിഷയം നമ്മൾ കുറച്ചു നാളും മുന്നോട്ട് പോകും, പിന്നെ കേൾക്കാതാവും, പിന്നെയും കേൾക്കും, പിന്നെയും കേൾക്കാതാവും. ഇദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് നമ്മളൊക്കെയാണ് കേൾക്കും കേൾക്കാതാവുന്നതൊക്കെ. പക്ഷെ ഈ റസൽ ജോയ് എന്ന അഡ്വക്കേറ്റ് നല്ല മനുഷ്യൻ, അദ്ദേഹം എപ്പോഴും ഇതിനെക്കുറിച്ച് ബോധവാനാണ്. എപ്പോഴും അത് അധികാരികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ആവുന്നില്ല എന്ന് മാത്രം. റസൽ ജോയ് പറയുന്നുണ്ട് തമിഴ്നാട്ടിന് വെള്ളം കിട്ടില്ല എന്നൊരു ധാരണയുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇറാനിൽ നിന്ന് വാതകം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ ഈ ആലുവയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാനാണ് പാട്. അതിനുള്ള ടെക്നോളജി ഈ രാജ്യത്ത് ഇല്ലേ? എന്നിട്ട് ഇത് തന്നെ താങ്ങി പിടിക്കണമെന്ന് എന്താ നിർബന്ധം ഈ ജനത്തിന്റെ തലയുടെ മുകളിൽ? എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാണല്ലോ ഇതിന്റെ പുറകിലുള്ള സൈക്കോളജി എന്താണ്, ഇതിന്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണ്, വിവരം എന്താണെന്ന് പോലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകണല്ലോ. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വന്ന് എന്നോട് പറഞ്ഞതാ. അതെനിക്ക് ഇതിന്റെ ഈ ചാനലിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞു. എന്റെ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല ഇവരുടെ ഉദ്ദേശം എന്താണ്. ശരിയാണ്. വ്യക്തിപരമായ ഒരു താല്പര്യം എന്ന് പറയാനോ എന്തെങ്കിലും അതിൽ നിന്ന് ഉണ്ടെന്ന് പറയാനില്ല. എല്ലാവർക്കും അറിയാവുന്ന വിഷയം അറിയാത്ത പോലെ നടിക്കുന്നു. 2011 നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് ഭയങ്കര സീരിയസ് ആണ്, ഡേഞ്ചർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാലേ എന്നെ പോലീസ് പിടിക്കുമോ അല്ലെങ്കിൽ എൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് എടുക്കുമോ എന്നൊക്കെ പേടിയായിട്ട് ഞാനത് ഇടുന്നില്ല. 2011 സീരിയസ് ആയിട്ട് തോന്നിയ മുല്ലപ്പെരിയാർ വിഷയം 2024 ഒട്ടും അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും ഇതിലിപ്പോ ആ പാർട്ടി ഈ പാർട്ടി ഇതൊന്നുമില്ല, അല്ലെങ്കിൽ വലിയവർ ചെറിയവർ എന്നൊന്നുമില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് തമിഴ്നാട്ടിനാണ് മനസ്സിലാവാത്തതെങ്കിൽ അവരിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അല്ലെ നമുക്കൊക്കെ തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പോലും അറിയുന്നില്ല. ഈ വീഡിയോ ഒന്ന് കാണൂ കേട്ടോ. മുല്ലപ്പെരിയാർ ഏത് നിമിഷവും പൊട്ടാമെന്ന ഭീതി. കേരളത്തിന് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ജലബോംബിന് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരു ഉരുൾ പൊട്ടിയപ്പോൾ തന്നെ ഒരു ദേശം ഒന്നടങ്കം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ജലബോംബ് പൊട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ 3 മുതൽ 4 മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും. ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണശേഷി 74.5 ദശലക്ഷം ഘനയടിയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒന്നാകെ തകരുകയാണെങ്കിൽ 50 അടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചെത്തുക. ഈ ഭാഗത്തുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ പ്രദേശങ്ങളിലെ 70,000 പേരുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാകുന്നത്. ഈ ആഘാതത്തിൽ ഇടുക്കി അണക്കെട്ട് തകർന്നാൽ താഴെയുള്ള 11 അണക്കെട്ടുകളും തകരാം. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളെയും ഇത് ഒഴുക്കിക്കൊണ്ട് പോകും. ഈ ജില്ലകളെ മാത്രമല്ല കേരളത്തിലെ മറ്റ് 14 ജില്ലകളെയും ഇത് ഭാഗികമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ജില്ലക്കാർക്ക് കുഴപ്പമുള്ളൂ. ഞാൻ പാലക്കാടായിരിക്കുന്നത്. ഇവിടെ തന്നെ ചിലവർ പറയുന്നത് നമുക്ക് പ്രശ്നമില്ല. ആര് പറഞ്ഞു നമുക്ക് പ്രശ്നമില്ലെന്ന്? നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോയില്ല, ചത്തതിനൊക്കുമേ ജീവിച്ചിരിപ്പു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിന്റെ പാതി പോയിട്ട് നട്ടല് പോയിട്ട് പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. ഞങ്ങളുടെ വീട് പറഞ്ഞ പാലക്കാട് നിന്ന് ഇവിടുന്ന് 40 കിലോമീറ്റർ ആണ് കേട്ടോ കോയമ്പത്തൂരിലേക്ക്. ബാധിക്കില്ല എന്ന് പറയും. ശരിക്കും പകർച്ചവ്യാധി കൊണ്ട് നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് മരിക്കും. ജീവിച്ചിരിക്കുന്നവർ ഇഞ്ചിഞ്ചായി മരിക്കും, അവർ ഒറ്റയടിക്ക് മരിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് അതിനു മുമ്പ് എന്തെങ്കിലും പരിഹരിക്കുന്നതല്ലേ. ഇതും കൂടെ കാണൂ കേട്ടോ. ലജ്ജാവഹം എന്നല്ലാതെ ഈ സർക്കാരിനെ കുറിച്ചും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെ കുറിച്ചും ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങളെ കുറിച്ചും ലജ്ജാവഹം എന്നല്ലാതെ ഒന്നും പറയാനില്ല. അതാണോ ഈ 18-ാം മണിക്കൂറിൽ 12-ാം മണിക്കൂറിൽ ചെയ്യേണ്ട കാര്യം? ഈ അവസാന നിമിഷത്തിൽ ഇനി കരാറിന്റെ സാധ്യതയാണോ അന്വേഷിക്കേണ്ടത്? ഈ 2 ഗവൺമെന്റുകളും ഒരേപോലെ തകർച്ചയിലാണ് എന്ന് പറയുന്ന ഡാമിന്റെ അടിയിലാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എന്ത് സുരക്ഷിതത്വ ഉള്ളത്? 130 വർഷം പഴക്കമുള്ള ഡാം നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗിക്കും. എന്നിട്ട് എങ്ങനെയാണ് സമാധാനത്തോടെ നമുക്ക് ഡാമിന്റെ അടിയിൽ കിടക്കാൻ സാധിക്കുന്നത്? അത് എത്ര നാൾ നിൽക്കുമെന്ന് പറയണം, എന്നിത് ഡീകമ്മീഷൻ ചെയ്യും, എന്നിത് നിർവീര്യമാക്കും, എന്നിത് പൊളിച്ചു കളയും എന്ന് പറയണം. ഈ നാട്ടിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ഗവൺമെന്റ് ഓഫ് കേരള സന്നദ്ധമായിട്ടുണ്ട്. അങ്ങനെ ഈ വിഷയം കത്തിജ്വലിക്കണം. ഈ വിഷയത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാകണം. ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാം. പക്ഷെ എങ്ങനെ നിൽക്കണം എന്നുള്ളതേ നമുക്ക് അറിയാത്തതുള്ളൂ. ഇത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മൾ എങ്ങനെ ഇടപെടണം? കാരണം ആരും അറിയാത്തവരല്ലല്ലോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. എല്ലാവർക്കും അറിയാം, അറിഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.